CM ആവണം, നിജമാ സൊല്ലുങ്ങളെ നീങ്ക പാത്തുക്കോ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തൃഷ തമിഴകത്തോട് പറഞ്ഞ വാക്കുകളാണ്. ഒരു നാൾ ഞാൻ ഈ നാടിന്റെ മുഖ്യമന്ത്രിയാകും. തമിഴക രാഷ്ട്രീയം സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളിൽ കലങ്ങിമറിയുമ്പോൾ ഒരു ജയലളിത MGR കാലം വീണ്ടും തിരികെ വരികയാണ്. വെള്ളിത്തിരയിലെ ജനപ്രിയ ജോഡികളായിരുന്ന ഇവർ പിന്നീട് അണ്ണാ DMK-യിലൂടെ രാഷ്ട്രീയത്തിലും ഒന്നിച്ച് നാടിനെ ഭരിക്കുന്നതിൽ വരെ എത്തി. അതെ, വെള്ളിത്തിരയിലെ ജനപ്രിയ ഹിറ്റ് ജോഡി വീണ്ടും രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കാൻ ഇറങ്ങുകയാണ്. 1960-കളിൽ ജയലളിത തമിഴ് സിനിമയിൽ പ്രവേശിക്കുകയും MGR-ന്റെ ഹിറ്റ് ജോഡിയായിട്ട് നിറഞ്ഞു നിന്നിരുന്ന കാലം. 1970-കളിലും 1980-കളിലും MGR സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് മാറുകയും ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം നയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ജയലളിതയെ തന്റെ ചിറകിന് കീഴിൽ ഏറ്റെടുത്തു. പുരട്சி തലൈവർ എന്ന് ജയലളിതയെ വിളിച്ചിരുന്ന MGR 1987 ഡിസംബറിൽ മരണപ്പെട്ടു. ശേഷം MGR-ന്റെ വിധവയായ VN ജാനകി രാമചന്ദ്രൻ കുറച്ചുകാലം മുഖ്യമന്ത്രിയും ADMK നേതാവുമായി ഭരിച്ചു. 1989 മാർച്ച് 25-നുണ്ടായ ആ ഒരു സംഭവ കാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റിമറിച്ചു. അന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുണ്ടായ സംഘർഷത്തിൽ അന്നത്തെ ഭരണകക്ഷിയായിരുന്ന കരുണാനിധിയുടെ പാർട്ടിക്കാർ ജയലളിതയുടെ സാരി വലിച്ചു കീറുകയും ഈ സംഭവത്തിന് ശേഷം മഹാഭാരതത്തിലെ ദ്രൗപദിയെ പോലെ തമിഴ്നാട് ഭരിക്കാതെ ഇനി ഈയൊരു നിയമസഭയിലേക്ക് കാല് കുത്തുകയില്ല എന്നും അവർ ശപഥം ചെയ്യുകയും ചെയ്തു. പിന്നീട് നിരവധി പാർട്ടി കേഡർമാരുടെയും അവരുടെ താഴെത്തട്ടിലുള്ളവരുടെയും പിന്തുണ ഉപയോഗിച്ച് ജയലളിത 1989 ആയപ്പോഴേക്കും പാർട്ടിയുടെ നിയന്ത്രണം ഉറപ്പിക്കുകയും ADMK-യുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് മാറുകയും ചെയ്തു. MGR-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ പിളർപ്പും തീവ്രമായിട്ടുള്ള മത്സരവും ഉണ്ടായിരുന്നു. ജയലളിത ഒടുവിൽ തന്റെ നേതൃത്വത്തിൽ പാർട്ടിയെ ഏകീകരിച്ചു മുഖ്യമന്ത്രിയായി. പിന്നീട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 2014 സെപ്റ്റംബറിൽ പ്രത്യേക കോടതി അവരെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവരുടെ മരണത്തെ തുടർന്ന് കോടതി നടപടികൾ അവസാനിക്കുകയാണ് ഉണ്ടായത്. അന്നേ സിനിമാ ലോകത്തെ നിയന്ത്രിച്ച 2 ഹിറ്റ് ജോഡികൾ തമിഴകത്തെ അടക്കി ഭരിച്ചിരുന്ന കാലത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിജയും തൃഷയും. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തുടർന്നുള്ള തൃഷയുമായുള്ള ഗോസിപ്പുകൾ എല്ലാം അവസാനം പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ നടന്ന തൃഷയുടെ പേര് പറഞ്ഞുള്ള അറസ്റ്റും ഇതെല്ലാം ഒരു സിനിമാ കഥ പോലെ തോന്നാം. ക്ലൈമാക്സിൽ നായകനും നായികയും ഒത്തുചേരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എല്ലാ വിമർശനങ്ങളെയും കാറ്റിൽ പറത്തി വിജയ് അധികാരമേറ്റതോടെ തൃഷയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. കാരണം വിജയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അത്രയേറെ അപമാനങ്ങളാണ് തൃഷയും സഹിച്ചത്. 2026 ഫെബ്രുവരിയിൽ ജോസഫ് വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നൽകിയതും അതിൽ വിജയിക്ക് ഒരു നടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചതും തൃഷയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന തമിഴ്നാട്ടിൽ ഈ വിവാഹമോചനം വിജയിയെ ബാധിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത വിജയ് എങ്ങനെ ഒരു നാടിനെ സംരക്ഷിക്കുമെന്ന് DMK അടക്കമുള്ള പാർട്ടികൾ ആരോപണം ഉയർത്തിയെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ച് വിജയ് ജയിച്ചു കയറി. തുടർന്ന് തമിഴക വെற்றி കഴകം നേതാവായി വിജയിന്റെ മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ പങ്കെടുത്തതും വലിയ മാധ്യമ ശ്രദ്ധ നേടി. വിജയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ അമ്മ ഉമാകൃഷ്ണന്റെ ഒപ്പമാണ് തൃഷ ഇരുന്നതും. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വിജയുടെ പാർട്ടിയിലൂടെ തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന ശക്തമായിട്ടുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. വിജയ് ഒഴിഞ്ഞു നൽകിയ ട്രിച്ചി സീറ്റിൽ തൃഷ മത്സരിക്കും എന്നതും ഊഹാപോഹങ്ങളുടെ പട്ടികയിലുണ്ട്. പക്ഷേ സർക്കാർ ഉണ്ടാക്കുന്നതിനായിട്ട് വിജയിയെ TVK പിന്തുണച്ച VCK, അതായത് വിടുതലൈ ചിറുതൈകൾ കക്ഷി നേതാവ് തോൽ തിരുമാവളൻ മുന്നോട്ട് വെച്ച 5 ആവശ്യങ്ങളിൽ ഒന്ന് ജയ് മത്സരിച്ച മണ്ഡലങ്ങളിൽ ഒന്നായി തിരുച്ചി ഈസ്റ്റ് മണ്ഡലത്തിൽ VCK സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ അനുവദിക്കണം എന്നതായിരുന്നു. അതുവരെ തിരുച്ചിയിൽ തൃഷ അല്ലെങ്കിൽ സിനിമാ നടൻ ലോറൻസ് എന്നായിരുന്നു അഭ്യൂഹങ്ങൾ. അവരുടെ ആവശ്യം സമ്മതിച്ചില്ലെങ്കിൽ ഭരണം കയ്യിൽ നിന്ന് പോകുമെന്ന സ്ഥിതിയും ഇപ്പോൾ ധൃതി പിടിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട എന്ന കോടതി ഉത്തരവും നിലനിൽക്കുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു ദ്വയാർത്ഥ പ്രയോഗം എന്ന ലേബലിൽ വീണ്ടും തൃഷയെ സജീവ ചർച്ചയിലേക്ക് വലിച്ചിഴക്കുന്നത്. കന്നി ബഡ്ജറ്റിന്റെ തൊട്ട് തലേ ദിവസം നാടകീയ അറസ്റ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വിജയിക്ക് സാധിച്ചു. ആദ്യത്തേത് തൃഷയുടെ രാഷ്ട്രീയ പ്രവേശനം വീണ്ടും ചർച്ചാ വിഷയമായി
അവരുടെ പേരിൽ നഗരങ്ങളിൽ വരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 2 ബജറ്റിൽ നിന്നും പൂർണ്ണമായും DMK നേതാക്കളുടെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചു. കൂടാതെ പ്രതിപക്ഷ നേതാവിനെ വരെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ മടിയില്ല എന്ന പ്രതിധ്വനി സൃഷ്ടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഇതിന് പിന്നിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ജനകീയ ബജറ്റ് പ്രഖ്യാപനം നടത്തി കയ്യടി വാങ്ങുമ്പോഴും അധികാരമേറ്റ് വെറും 90 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ തമിഴ്നാടിന്റെ ചരിത്ര താളുകളിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ ദളപതി വിജയ് സർക്കാരും അദ്ദേഹത്തിന്റെ തമിഴക വെற்றி കഴകവും കോപ്പുകൂട്ടുന്നത് മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ കൂടിയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ ചർച്ചകൾ അടങ്ങുന്നതോടെ വരാനിരിക്കുന്ന സെപ്റ്റംബറിൽ സംസ്ഥാന മന്ത്രിസഭയിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയം പറയുന്നത്. പ്രകടനം പോരാത്തവരുടെയും അഴിമതിയുടെ കറ പുരണ്ടവരുടെയും കസേരകൾ ഒറ്റയടിക്ക് തെറിക്കുമെന്ന വാർത്തകൾ അഡ്മിനിസ്ട്രേറ്റീവ് വൃത്തങ്ങളെ പോലും ഞെട്ടിച്ചു കഴിഞ്ഞു. സീറോ ടോളറൻസ്. അതെ, അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ കടുത്ത നിലപാട് കാറ്റിൽ പറത്തിയവർക്ക് ഇനി മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടാകില്ല. ഓരോ മന്ത്രിയുടെയും പ്രവർത്തനങ്ങൾ അണുകിട വിടാതെ നിരീക്ഷിക്കാൻ വിജയ് രഹസ്യമായിട്ട് നിയോഗിച്ച ഉന്നതാധികാര നിരീക്ഷണ സംഘം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയ ഗതാഗത മന്ത്രി എ പാർത്ഥിബനും മന്ത്രി പി വിശ്വനാഥനും പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞു. താക്കീതുകൾ നൽകിയിട്ടും ശൈലി മാറ്റാത്തവർക്ക് മുന്നിൽ വിജയ് വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. അഹങ്കാരവും ഉദ്യോഗസ്ഥരോടുള്ള മോശ പെരുമാറ്റവുമാണ് സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി കെ ജഗദീശ്വരിക്ക് തിരിച്ചടിയാകുന്നത്. ലഹരി മരുന്ന് മാഫിയ ബന്ധവും ഉപയോഗ ആരോപണങ്ങളും ഡി ശരത് കുമാറിന്റെ കസേര ഇളക്കിയിരിക്കുകയാണ്. എസ് കമലി, എസ് കീർത്തന, മന്ത്രി എസ് രാജേഷ് കുമാർ എന്നിവർ വകുപ്പുകൾ മാറ്റിപ്പണിയുമ്പോൾ അണ്ണാ DMK വിട്ടെത്തിയ വി വിജയഭാസ്കറും RM വിജയഭാസ്കറും പുതിയ ക്യാബിനറ്റിലേക്ക് എത്തുമോ എന്ന് ആശങ്കയോടെ തമിഴകം ഉറ്റുനോക്കുന്നുണ്ട്. ഇതിലൂടെ വിജയ് തെളിയിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: ആരെയും എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ തനിക്ക് കഴിയും, അതുപോലെ തന്നെ ആരെയും എവിടെയും കൊണ്ടിരിക്കാനും തനിക്ക് കഴിയുമെന്നാണ് കാണിക്കുന്നത്. MGRന്റെ കൈപിടിച്ച് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് നടന്നു കയറിയതുപോലെ തൃശയും നടന്നു കയറുമോ എന്നാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.